ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനകത്തെ ഭിന്നത മറനീക്കി പുറത്തു വന്നതോടെ ദേശീയ നേതൃത്വം അതിലിടപെടുകയാണ്. തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് പാടില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അമിത് ഷാ നിർദ്ദേശം നൽകി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിയാലോചനകൾ നടത്തണമെന്നും ഭാരവാഹി യോഗത്തിൽ അമിത് ഷാ നിർദ്ദേശിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ പുതിയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ തന്നെ ഏകപക്ഷീയമായ നേതൃനിരയെ നിശ്ചയിക്കലാണോ നടന്നത് എന്ന സംശയമുണ്ടായിരുന്നു. പി മുരളീധര പക്ഷത്ത് ഒരാൾ പോലും ജനറൽ സെക്രട്ടറി ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ നേതൃപദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നു എന്ന വിലയിരുത്തലൊക്കെ വരുന്നുണ്ടായിരുന്നു. ബി.ജെ.പിക്ക് അകത്തെ ചർച്ചകൾ എങ്ങനെയാണ് അമിത്ഷായുടെ ഇടപെടൽ ഉണ്ടായത്? ഇന്നിപ്പോൾ പുതിയ ഭാരവാഹികളുടെ യോഗമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട റോഡ് മാപ്പ് അദ്ദേഹം വിശദീകരിച്ചു. അതായത് എന്തായിരിക്കണം ടാർഗറ്റ്, 25% വോട്ട് നേടണം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചു. ഒപ്പം തന്നെ നേരത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്തപ്പോൾ അമിത്ഷാ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രവർത്തന മികവിനെ കുറിച്ചെല്ലാം പ്രകീർത്തിച്ചത് നമ്മൾ കേട്ടതാണ്. അതിന് തുടർച്ചയായാണ് ഇന്നത്തെ യോഗം നടന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും അദ്ദേഹം നിർദ്ദേശിച്ചത് തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് പാടില്ല എന്നത് തന്നെയാണ്. അതിന് സാങ്കേതിക വിദ്യ ഒരിക്കലും പാർട്ടി പ്രവർത്തനത്തെ വിജയിപ്പിക്കില്ല. താഴെത്തട്ടിലെ പ്രവർത്തകരാണ് വലുത്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിയാലോചന വേണം എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം അടങ്ങിയ ഒരു ടീമുമായി ആലോചിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് ഈ പുനഃസംഘടന ഉണ്ടായതിനു ശേഷമുള്ള ഒരു വിഭാഗത്തിന്റെ അതൃപ്തി തീർച്ചയായും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തുടർച്ചയായാണ് ഇത്തരം ഒരുമിച്ച് പോകണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പുനഃസംഘടനയിലുള്ള അതൃപ്തി പല രീതിയിൽ പുറത്തു വന്നു. ഇന്ന് രാവിലെ നമ്മോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച കഴിഞ്ഞ ടേമിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി ശിവൻകുട്ടി തന്നെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു ബി ജെ പി പോലൊരു പാർട്ടിയിൽ ചുമതല വളരെ പ്രധാനമാണ്, അതിൽ തൻ്റെ പ്രവർത്തനമെല്ലാം സംസ്ഥാന അധ്യക്ഷനാണ് വിലയിരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയുണ്ടായി. പുതിയ സംസ്ഥാന കാര്യാലയത്തിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിലെ കൺവീനറാണ് ഇന്ന് ഈ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവായത്. ഇതിന് പുറമെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 പരസ്യ പ്രതികരണങ്ങൾ, ഒന്ന് ഈ മീഡിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായ 2 പേർ വക്താവ് പട്ടികയിൽ നിന്ന് പുറത്തായത്. അത് ഒന്ന് യുവരാജ് ഗോകുലാണ്. യുവരാജ് ഗോകുല് ഇന്റലിജൻസ് സെല്ലിന്റെ സഹകൺവീനറായിരുന്നു. യുവരാജ് ഗോകുൽ ഇന്നിപ്പോൾ കുതിരക്കണ്ടത്തെ മൈതാനത്തിന്റെ പുറത്തു നിന്ന് ഉള്ള ഒരു പോസ്റ്റാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പുറത്താണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുന്നു. അതൃപ്തി പരസ്യമാക്കിയത് അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയത് അമ്മയെ ഓർമ്മിച്ചുകൊണ്ടാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ് തൻ്റെ അമ്മ തനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. ഇത്തരം കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പുനഃസംഘടനയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവർ പലരും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരം ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടെന്ന് പറയാം. സി ശിവൻകുട്ടി ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ആൾ ഭാരവാഹി പട്ടികയിൽ ഇല്ല എന്നുൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ പരസ്യമായും രഹസ്യമായും ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെയും ഇതായിരുന്നല്ലോ കീഴ്വഴക്കം, ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നു എന്ന ഒരു നിസ്സാരവൽക്കരിക്കലും ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്.